من ربكم والله يختص برحمته من يشاء والله ذو الفضل العظيم ما ننسخ من آية أو ننسها نأت بخير منها أو مثلها ألم تعلم أن الله على كل شيء قدير صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنفي كتبنا وللشارحين والمحشين الصالحين اللهم انفعنا بهم وبعلومهم وأسرارهم وأنوارهم في الدين والدنيا والآخرة رب يسر ولا تعسر رب زدنا علما وحلما وفهما وعقلا وأدبا كاملا ربنا تمم بالخير والسعادة والحمد لله رب العالمين. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിക് മീഡിയ മിഷൻ നമ്മുടെ സംഘടനാ സംവിധാനത്തിന്റെ ഔദ്യോഗിക ചാനലിന്റെ ഭാഗമായി ബൈലുക്സ് ക്ലാസ് റൂമിൽ 4:30 മുതലാണ് ക്ലാസ് എടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ഞാനൊരു യാത്രയിലായി റൂമിലെത്താൻ അല്പം താമസിച്ചത് കൊണ്ടാണ് ഷെഡ്യൂൾ ചെയ്ത ടൈമിൽ ജോയിൻ ചെയ്യാൻ സാധിക്കാതെ പോയത് എന്ന വിഷമം ആദ്യമായി അറിയിക്കുകയും ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ബഖറയുടെ മറ്റ് ആമുഖങ്ങളിലേക്കൊന്നും ഞാൻ പോണില്ല. സൂറത്തുൽ ബഖറയുടെ 104-ാമത്തെ ആയത്താണ് ഞാനിപ്പോ ഓതിയിട്ടുള്ളത്. അതുവരെയുള്ള ഭാഗങ്ങൾ നേരത്തെ നമ്മൾ വിശദീകരിച്ച് പോയിരുന്നതാണ്. വേണമെങ്കിൽ അതിന്റെ ലിങ്കൊക്കെ മുമ്പത്തെ ക്ലാസ്സുകൾ കേൾക്കാനുള്ള താല്പര്യമുള്ള നേരത്തെ കേൾക്കാത്ത ആളുകൾക്ക് വേണമെങ്കിൽ അതിന്റെ ലിങ്ക് ലഭിക്കും. അത് ഉപയോഗപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഇതുവരെ ഉള്ളത് കേൾക്കണം. കാരണം ആവർത്തന വിരസത വേണ്ട എന്ന് വിചാരിച്ചിട്ട് നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ തുടർച്ച എന്ന രൂപത്തിൽ തന്നെ ഞാൻ ഇന്ന് ഇൻഷാ അല്ലാഹ് ഇവിടെ ആരംഭിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്താൽ തിങ്കൾ മുതൽ വ്യാഴം വരെ ഉള്ള സമയങ്ങളിൽ UAE ടൈം 4:30 മുതൽ ഇൻഷാ അല്ലാഹ് 5:30 വരെ, അല്ലെങ്കിൽ അടുത്ത ലൈവ് സമയം വരുന്നത് വരെ ഒക്കെ ഉള്ള ടൈം സൗകര്യം പോലെ നമുക്ക് ഈ ഖുർആൻ ക്ലാസ്സുമായിട്ട് മുന്നോട്ട് പോകാം. നേരത്തെ ശ്രദ്ധിക്കാത്ത കുറെ ആളുകൾ ഉണ്ടാകും എന്നതിനാൽ വിനീതമായൊരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ ഉണർത്തുന്നത്, പരിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ ചർച്ച ചെയ്യുന്ന ഏതു പരിപാടികൾ നമ്മൾ കേട്ടാലും അതാണ് ഖുർആനിന്റെ ആകത്തുക എന്നൊരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത്. മറിച്ച് വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളിൽ നിന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ നിർദ്ധാരണം ചെയ്തെടുത്ത് നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തന്നതിനെ തന്നെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ നമ്മുടെ ഒക്കെ ചർച്ചകളും വിശദീകരണങ്ങളും ആകുന്നുള്ളൂ. ഖുർആനിന് ഇത്രേ ആശയമുള്ളൂ എന്ന് ഒരിക്കലും തന്നെ തെറ്റിദ്ധരിച്ചു പോകരുത്. കാരണം വിശുദ്ധ ഖുർആനിന്റെ ആശയ ഗാംഭീര്യത എത്രത്തോളം ഉണ്ടെന്ന് ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തിൽ നമുക്ക് കാണാലോ, ഖുൽ ലൗ കാനൽ ബഹറു മിദാദൻ ലികലിമാത്തി റബ്ബി ലനഫിദൽ ബഹറു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി വലൗ ജിഅനാ ബിമിസ്ലിഹി മദദാ. നബിയെ തങ്ങൾ ജനങ്ങളോട് പറയണം, ലോകത്തുള്ള സമുദ്രത്തിലുള്ള വെള്ളമൊക്കെ മഷിയാണെന്ന് സങ്കല്പിച്ചാൽ, നമുക്കറിയാം കരയേക്കാൾ കൂടുതൽ കടലാണ് ഇന്നിവിടെ ലഭ്യമായിട്ടുള്ളത്. ആ സമുദ്രത്തിലൊക്കെ വെള്ളം മഷിയാക്കി മാറ്റുകയും ഭൂമിയിലെ മറ്റ് അസംസ്കൃത വസ്തുക്കൾ ഉപയോഗപ്പെടുത്തി അതിനെയൊക്കെ പേനയാക്കി മാറ്റി സമുദ്രമാകുന്ന ഈ കടലിലെ മഷിയാകുന്ന വെള്ളത്തിൽ മുക്കിയിട്ട് ഈ അസംസ്കൃത വസ്തുക്കളാകുന്ന പേനകൾ ഉപയോഗിച്ച് ഖുർആനിന്റെ ആശയങ്ങൾ എഴുതിയാൽ ലനഫിദൽ ബഹറു, ഈ സമുദ്രത്തിലെ വെള്ളം വറ്റിപ്പോകും, ഖബ്ലാൻ തൻഫദ കലിമാത്തു റബ്ബി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഖുർആനിന്റെ ആശയം എഴുതി തീരുന്നതിന് മുമ്പേ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് തോന്നാം, ഒരു പക്ഷേ ഒരു 100 ലിറ്റർ മഷിയും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് എഴുതി തീർക്കാൻ കഴിഞ്ഞേനെ. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ലേ? നമ്മള് കല്യാണത്തിനൊക്കെ ഭക്ഷണം തയ്ഞ്ഞില്ലെങ്കിൽ പറയും, ഒരു 5 കിലോ അരിയും കൂടെ വെച്ചിരുന്നുവെങ്കിൽ എല്ലാവർക്കും ബറാബറായിട്ട് തീർന്നേനെന്നൊക്കെ പറയില്ലേ? എന്ന പോലെ ചിലർക്കൊരു തോന്നലുണ്ടായേക്കാം, എന്ത്, കുറച്ചുകൂടെ മഷി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് ഫിനിഷ് ചെയ്യാമായിരുന്നു
എന്നാൽ ആ തോന്നലിനെ 100% തകർത്തെറിഞ്ഞുകൊണ്ട് അള്ളാഹ് പറയാണ് മദദാ, ഇത്ര തന്നെ വീണ്ടും കൊണ്ടുവന്നാലും ഖുർആനിന്റെ ആശയങ്ങൾ എഴുതി തീർക്കാൻ സാധിക്കില്ല. അത്ര അർത്ഥ ഗാംഭീര്യതയുള്ള അതിനുമാത്രം വൈഡായിട്ടുള്ള ആശയങ്ങളുടെ ഒരു സമാഹാരമാണ് വിശുദ്ധ ഖുർആൻ. കാരണം എന്താ? ഖുർആനിൽ ഇല്ലാത്ത ഒന്നും ഈ ലോകത്തില്ല. ജമീഉൽ ഇൽമി ഫിൽ ഖുർആനി ലാകിൻ തഖാസറ അൻഹു അഫ്ഹാമുർ റിജാലി. ഖുർആനിൽ എല്ലാ സംഗതികളും ഉണ്ട്, സകല വിജ്ഞാനങ്ങളും ഖുർആനിലുണ്ട്. പക്ഷെ തഖാസറ അൻഹു അഫ്ഹാമുർ റിജാലി, അതിന്റെ ആശയങ്ങളുടെ വിപുലമായ വൈപുല്യം ഉൾക്കൊള്ളാൻ മനുഷ്യന്മാരുടെ ബുദ്ധിക്ക് സാധിക്കാതെ പോകുന്നു എന്നതാണ് സംഗതി. അതുകൊണ്ട് ഈ ആമുഖം ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ ആരെടുക്കുന്നതാവട്ടെ, ആ ഖുർആനിന്റെ ആശയത്തിന്റെ ആഴിയിലേക്ക് എത്ര ഊളിയിട്ട് സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാലും അതതിന്റെ തൊലിപ്പുറത്തുകൂടെയുള്ള ഒരു യാത്ര മാത്രമേ ആവുകയുള്ളൂ എന്ന തിരിച്ചറിവോടുകൂടെ വേണം എവിടെ നമ്മൾ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ശ്രദ്ധിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഇത്രയേ ഉള്ളൂ ഖുർആൻ എന്നൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു മനുഷ്യനും ചിന്തിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പൂർവികരായ ഉലമാക്കൾ ഈ ഖുർആനിന്റെ പരിഭാഷകളെ നിരുത്സാഹപ്പെടുത്തിയത് എന്ന് കാണാൻ സാധിക്കും. ചില സാധുക്കൾ പറയല് അതാണ് പഠിച്ചാൽ എന്താവും, ഇവർക്ക് വിവരം കിട്ടിയിട്ട് നന്നാവുന്ന് പേടിച്ചിട്ടാണ് ചിലരെന്ത് ചെയ്തത് പരിഭാഷകളൊക്കെ നിരാകരിച്ചതെന്ന്. അങ്ങനെയല്ല. ഈ ജനങ്ങൾക്ക് കിട്ടുന്ന വിവരം പറ്റ കുറഞ്ഞു പോവുകയും തെറ്റായ സന്ദേശങ്ങൾ അവരിലേക്ക് പകരാൻ കാരണമാവുകയും ചെയ്യും. കാരണം എന്താ? പരിഭാഷകൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികളിൽ നിന്ന് കിട്ടുന്ന പരിഭാഷ തന്നെ നോക്കിയ പല സാധുക്കളും പറയുന്ന ഇതാ ഖുർആന് അല്ലേ. വെറും ഒരു പരിഭാഷ മാത്രം വായിച്ചിട്ട് നമ്മുടെയൊക്കെ എത്രയോ സമകാലികരായിട്ടുള്ള ആളുകൾ പറയുന്നത് നമ്മൾ കേൾക്കലുണ്ട്. ഖുർആനൊക്കെ ഞാൻ ഫുള്ള് പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതിലിങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ. വാസ്തവത്തിൽ അത്തരമൊരു നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നടത്തുന്നത് എന്തുമാത്രം അബദ്ധജടിലമാണ് എന്നത് ചിന്തിക്കേണ്ടതില്ലേ? അത് നമ്മൾ ഓർക്കേണ്ടതില്ലേ? അതുകൊണ്ട് ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ബേസിക്കായി നമ്മൾ കാണണം. എപ്പോഴും നമുക്ക് ഈ ഖുർആനിന്റെ വൈപുല്യത്തെ സംബന്ധിച്ച്, അതിന്റെ ആശയങ്ങളുടെ പ്രവിശാലമായ ഒരു പ്രപഞ്ചത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ വെച്ചുകൊണ്ട് അതിന്റെ ഒരു ഓരത്തുകൂടെയുള്ള അല്ലെങ്കിൽ ഒരു സൈഡിലൂടെയുള്ള ഒരു യാത്ര മാത്രമേ എത്ര തന്നെ വിശദീകരിച്ചാലും ആർക്ക് സാധിക്കുകയുള്ളൂ, ജനങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്നിടത്താണ് ബഹുമാനപ്പെട്ട ഉലമാ നിന്നിട്ടുള്ളത്. എങ്കിൽ പിന്നെ വിവരം കുറഞ്ഞ എന്നെപ്പോലത്തെ ആൾക്കാരൊക്കെ പറഞ്ഞാൽ എന്തായാലും ആ ഓരത്തുപോലും എത്തൂല. പണ്ട് ഒരാൾ പറഞ്ഞ മാതിരി അമ്പലം വിഴുങ്ങിയിട്ടില്ല വക്ക് കടിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എത്താൻ സാധിക്കുള്ളൂ എന്ന പരിമിതിയെ കുറിച്ച് കൃത്യമായ ധാരണയും ഓർമ്മപ്പെടുത്തലൊക്കെ ആദ്യമായി ഒരാമുഖം എന്ന നിലക്ക് പുതിയ ക്ലാസ് റൂമിൽ ആദ്യമായിട്ട് മൈക്കെടുത്തത് കൊണ്ട് എന്ത് ചെയ്തതാണ്, ഒരു ചെറിയ ആമുഖം ഞാൻ സൂചിപ്പിച്ചതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിൽ കുറെ ഭാഗങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി എതിർത്തിരുന്ന എതിർപ്പോടുകൂടെ ശത്രുതയോടുകൂടെ നിലനിന്നിരുന്ന ജൂത സമൂഹം, ആ ജൂത സമൂഹത്തിന്റെ പൂർവികർ മൂസാ നബി അലൈഹി ഇസ്ലാമിനോടും അതേപോലെ തന്നെ മുമ്പ് വന്ന നബിമാരോടുമൊക്കെ സ്വീകരിച്ച നിഷേധാത്മകമായ നിലപാടിന്റെ വളരെ മോശമായ ഒരു ശൈലി അനാവരണം ചെയ്യുകയും അത്തരത്തിലുള്ള ധിക്കാരത്തിന്റെ ശൈലിയും സ്വഭാവവും സ്വീകരിച്ചതിന്റെ പേര് എക്കാലത്തേക്കും വെറുക്കപ്പെട്ട വിഭാഗമായി പടച്ച തമ്പുരാന്റെ ദേഷ്യം വാങ്ങിയ ആളുകളായി അല്ലാഹു തആല അധപ്പതിപ്പിച്ചിരിക്കുകയാണ് അവരെ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ ഒരുപാട് ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചു. ഇനി അതിന്റെ പുതിയൊരു അർത്ഥ തലത്തിലേക്ക് കടക്കുകയാണ് സൂറത്തുൽ ബഖറയുടെ 104-ാമത്തെ ആയത്തിൽ. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ലാ തഖൂലു, നിങ്ങൾ പറയരുത് റായിന, റായിന എന്ന് പറയരുത്. വഖൂലു, മറിച്ച് നിങ്ങൾ പറയേണ്ടത് ഉള്ളുർന, ഉള്ളുർന എന്നാണ്. ഉള്ളുർന, ഞങ്ങളെ നോക്കണം, ഞങ്ങളെ ശ്രദ്ധിക്കണം എന്നർത്ഥം. വസ്മഉ, എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും വേണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. വലിൽ കാഫിരീന അദാബുൻ അലീം, അവിശ്വാസികൾക്ക് വേദനാജനകമായ ശിക്ഷ ഉണ്ട്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രധാനപ്പെട്ട ഒരു പെരുമാറ്റച്ചട്ടം, പ്രത്യേകിച്ചും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിശ്വാസികൾ സ്വീകരിക്കേണ്ട ഒരു പ്രധാനമായ അദബിനെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വിശ്വാസികളുടെ സമീപനത്തിൽ മര്യാദ കുറവിന്റെ വല്ല ശൈലികളും കടന്നു വന്നാൽ ആ ശൈലി കടന്നു വരുന്നിടത്ത് വലിയ അപകടത്തിന്റെ അവസ്ഥ ബഹുമാനപ്പെട്ട ഖുർആൻ താക്കീത് നൽകുകയാണ്. നല്ല ഉദ്ദേശത്തോടു കൂടെയാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നടത്തുന്ന ഒരു സംഭാഷണം അല്ലെങ്കിൽ തങ്ങളോടുള്ള ഒരു സംബോധന രീതി
ആ രീതിയിൽ തെറ്റായ വല്ല അർത്ഥത്തിനും സാധ്യതയുണ്ടെങ്കിൽ, അദബുകേടിനുള്ള വല്ല ശൈലിക്കും അതിൽ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ, ആ അത്തരം വാക്കുകൾ പോലും നബിതങ്ങളോട് നല്ല അർത്ഥത്തിന് പോലും പ്രയോഗിച്ച് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ അദബുകേട് വരാൻ സാധ്യതയുള്ള ശൈലി സ്വീകരിക്കാൻ പാടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയവും അതിനു മാത്രം സെൻസിറ്റീവായ ഒരു വിഷയമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടിട്ടുള്ളത്. നബിതങ്ങളോടുള്ള ആദരവിന്റെ ആധിക്യം എത്രത്തോളം ഒരു മനുഷ്യന്റെ മനസ്സിൽ കുടികൊള്ളുന്നുവോ അതിനനുസരിച്ച് അവന്റെ വിശ്വാസത്തിന്റെ ക്വാളിറ്റി വർദ്ധിക്കുകയും, അതേ സമയത്ത് നബിതങ്ങളോടുള്ള അനാദരവിന്റെ വല്ല സൂചനകളും ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അവന്റെ അപജയത്തിന്റെ ആരംഭം കുറിക്കാൻ അത് മാത്രം മതിയാവുകയും ചെയ്യുമെന്ന ഒരു പ്രത്യേകമായ ശൈലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വിശ്വാസികളുടെ ബന്ധപ്പെടുത്തുന്ന രംഗത്ത് നബിതങ്ങളോടുള്ള പെരുമാറ്റച്ചട്ടത്തിൽ വിശ്വാസികൾ പാലിക്കേണ്ട നിലപാടുകളെ കുറിച്ച് അല്ലാഹു തആല എടുത്തിട്ടുള്ളത് എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനം കാണിക്കാൻ അല്ലാഹു തആല മനസ്സ് പാകപ്പെടുത്തിയ സഹാബത്തിനെ കുറിച്ച് അല്ലാഹ് ഖുർആനിൽ തന്നെ ഒരു സ്ഥലത്ത് പറയുന്നത് എന്താ? ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന സഹാബികൾ, അവർ ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ, തഖ്വക്ക് വേണ്ടി അവരുടെ ഹൃദയങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയും ആ പരീക്ഷയിൽ 100 മാർക്ക് നേടി അവർക്ക് വിജയിക്കാൻ സാധിക്കുകയും ചെയ്തവരാണ്. ഇവിടെ സ്വഹാബത്തിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അല്ലാഹു തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അള്ളാഹുവിനോട് ചെയ്യേണ്ട ഭക്തിയുടേതായ സ്വഭാവങ്ങളും ശൈലികളും ജീവിതത്തിൽ പുലർത്തുന്നതിൽ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് ബഹുമാനപ്പെട്ട സ്വഹാബത്തിന് അല്ലാഹു തആല നൽകുന്നു. അതിലും വലിയൊരു ആദരവിനി എന്താ കിട്ടാനുള്ളത്? ആ സർട്ടിഫിക്കറ്റ് അവർക്ക് നൽകാൻ അവര് ചെയ്ത സുഹൃതമായി അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത് ഒരേ ഒരു കാര്യമാണ്. എന്ത്? അല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ശബ്ദം താഴ്ത്തി സംസാരിച്ചവർ. വാസ്തവത്തിൽ നിങ്ങൾ നോക്കൂ, ശബ്ദം താഴ്ത്തി സംസാരിക്കുക എന്ന് പറഞ്ഞത് അത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ. വലിയൊരു പ്രയാസം സഹിക്കേണ്ട കാര്യമാണോ? ഉറക്കെ പറയണം എന്ന് പറഞ്ഞാലേക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടാവുക. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവിന്റെയും ബഹുമാനത്തിന്റെയും പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹലറത്തിൽ വളരെ ചുരുക്കി സംസാരിച്ച, ശബ്ദം താഴ്ത്തി സംസാരിച്ചതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട സ്വഹാബത്തിനെ അതിന് പ്രേരിപ്പിച്ചത് റസൂലുള്ളാഹിനോടുള്ള ബഹുമാനമാണ് എന്ന ഒരൊറ്റ കാരണത്താൽ അല്ലാഹു പറയുന്നു, അല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ, അവരുടെ ഹൃദയം പടച്ചോന്റെ തഖ്വക്ക് പറ്റിയതാണെന്ന പരീക്ഷണത്തിൽ വിജയിക്കാൻ സാധിച്ച മഹാന്മാരാണവർ. അതേ സമയത്ത് ബഹുമാനക്കുറവിന്റെ ഒരു ചെറിയ സംഗതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ അവിടുത്തെ മഹത്വത്തിന് നിരക്കാത്ത നിലക്ക് ഒരാളൊന്ന് ഉറക്ക വർത്താനം പറയാന്നുള്ളത്. അങ്ങനെ ഒരു ചെറിയ ബഹുമാനക്കുറവിന്റെ സംഗതി ഒരാൾ ചെയ്താൽ അതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീണിട്ടൊന്നല്ല, അല്ലെങ്കിൽ നബിതങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുമല്ല. പക്ഷെ റസൂലുള്ളാഹിന്റെ ബഹുമാനത്തിന് നിരക്കാത്ത നിലക്ക് ഒരു ചെറിയ സമീപനം ഒരാളുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അള്ളാഹു പറയുന്നത് എന്താ? അൻതഹബത അഅമാലുക്കും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാത്ത നിലക്ക് നിങ്ങൾ ജീവിതത്തിൽ ചെയ്തു വെച്ച സകല സുഹൃതങ്ങളുടെയും പ്രതിഫലം തകർന്നു പോകും. അതായത് റസൂലുള്ളാഹിനായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ അനാദരവ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവമായിട്ട് എടുക്കുന്നുണ്ട്. അതാണ് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എന്ന് നമ്മൾ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇനി നമ്മൾ നോക്കുക, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് എന്താ? ലാ തഖൂലു, സത്യവിശ്വാസികളെ, ലാ തഖൂലു റാഇന, നിങ്ങൾ റാഇന എന്ന് പറയരുത്, മറിച്ച് വഖൂലു, നിങ്ങൾ പറയേണ്ടത് ഉൻദുർന എന്നാണ്. അള്ളാഹുവിന്റെ നബിയെ ഞങ്ങളെ ശ്രദ്ധിക്കണം, ഞങ്ങളെ പരിഗണിക്കണം, ഞങ്ങളെ കെയർ ചെയ്യണം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതേ അർത്ഥത്തിന് തന്നെ ആയിരുന്നു അവര് റായിന എന്നും സഹാബികൾ പറഞ്ഞിരുന്നത്, ഞങ്ങളെ ശ്രദ്ധിക്കണം എന്ന അർത്ഥത്തിന്. പക്ഷെ ആ റായിന എന്ന പദം ഇബ്രു ഭാഷയിൽ മറ്റൊരർത്ഥത്തിന്, മോശമായ ഒരു അർത്ഥത്തിന് ഉപയോഗിക്കുന്നതിനാൽ ആ പദം ജൂതന്മാർ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ നല്ല ശൈലി ഉപയോഗിച്ചുകൊണ്ട് അവരാ മറ്റേ അർത്ഥം ഉദ്ദേശിച്ചിട്ട് റസൂലുള്ളാഹിനെ ആക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയപ്പോ ദ്വയാർത്ഥമുള്ള പദങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബികൾ നല്ല അർത്ഥത്തിന് പോലും പ്രയോഗിച്ചുകൊണ്ട് മര്യാദ കുറവിൻ്റെതാകാൻ സാധ്യതയുള്ള ഒരു പദം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പറയരുത് എന്ന് ഉണർത്തുകയാണ് ഇവിടെ. കാരണം എന്താ, ബോധപൂർവമല്ലാതെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു ശൈലി മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ല. ഇതാണ് അതിന്റെ ആയത്തിന്റെ ഒരു ചെറിയ പശ്ചാത്തലം. ഇനി നിങ്ങൾ നോക്കൂ, അതിന്റെ വിശദീകരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഏഴം നീ മനസ്സിലാക്കണം, അന്നല്ലാഹ തആല ലമ്മ ശറഹ ഖബായിഹ അഫ്ആലിഹിം ഖബ്ല മബ്അസി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തങ്ങളെ അല്ലാഹു തആല നിയോഗിക്കുന്നതിന് മുമ്പ്, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ ലോകത്ത് പ്രബോധനമായിട്ട് വരുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന ജൂതന്മാരുടെ വൃത്തികെട്ട സമീപനങ്ങളും അവരുടെ നിലപാടുകളും വിശദീകരിക്കായിരുന്നു. അതായത് പണ്ടത്തെ ജൂതന്മാര് ചെയ്തതും ഈ കാലത്തെ ജൂതന്മാരെ അതിന്റെ ചിലത് തുടർന്നു വരുന്നത് എന്നുള്ള നിലക്ക് ചിലത് ഇടക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാലും റസൂലുള്ള വരുന്നതിന് മുമ്പുള്ള ജൂതന്മാരുടെ നിലപാടുകളുടെ മോശത്തരങ്ങളായിരുന്നു നേരത്തെ വിശദീകരിച്ചത്. എന്നാൽ അറാദ മിൻഹാഹുന, ഇവിടെ നിന്ന് അങ്ങോട്ട് ഏതാനും ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് അയ്യശ്റഹ ഖബായിഹ അഫ്ആലിഹിം, അവരുടെ പ്രവർത്തനത്തിന്റെ മോശത്തരം വിശദീകരിക്കാനാണ്. എന്റെ മബ്അസി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിക്കപ്പെട്ട സമയത്ത്, റസൂലുള്ളാഹി പ്രവാചകത്വവുമായി വരുന്നതിന് മുമ്പുള്ള യഹൂദികളുടെ മോശമായ നിലപാടുകളാണ് ഇതുവരെയുള്ള ആയത്തുകളിൽ വിശദീകരിച്ചതെങ്കിൽ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് നബിതങ്ങൾ പ്രവാചകരായി നിയോഗിക്കപ്പെട്ടതിനു ശേഷമുള്ള ജൂതന്മാരുടെ മോശമായ നിലപാടുകൾ വിശദീകരിക്കുകയാണ് അല്ലാഹു തആല. ആ വിശദീകരിക്കുന്നിടത്ത് അതേപോലെ തന്നെ വജദ്ദിഹിം വജ്തിഹാദിഹിം ഫിൽ ഖദഹി ഫീഹി വത്തഅനി ഫീ ദീനിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോശക്കാരനാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ കൊണ്ടുവന്ന മതത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ സംസാരിക്കാൻ ജൂതന്മാര് പെടാപ്പാട് പെട്ടുകൊണ്ടിരുന്നതിന്റെ, അവരുടെ കഠിനമായ അധ്വാനത്തിന്റെ, അവരുടെ വലിയ പരിശ്രമത്തിന്റെ അവസ്ഥകൾ അല്ലാഹു തആല ഇവിടെ വിശദീകരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യദീനിന്റെ പ്രചണ്ഡമായ പ്രചരണവുമായാണ് കടന്നു വന്നത്. അതേസമയം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കുകയും റസൂലുള്ളാഹി തങ്ങൾ സത്യസന്ധമായിട്ടുള്ള പ്രചരണമാണ് നടത്തുന്നതെന്ന് അറിയുകയും ചെയ്തിട്ട് കൂടി നബിതങ്ങളോട് ശാസ്ത്രവത്തിന്റെ ശൈലി പ്രഖ്യാപിക്കുന്ന ഒരു സമീപനം പല കാലങ്ങളിലും പലരും സ്വീകരിച്ചിട്ടുണ്ട്. ആ സ്വീകരിച്ച ആളുകളൊക്കെ പരമാവധി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഉന്നതമായ വ്യക്തിത്വവും അതേപോലെ തന്നെ നബിതങ്ങൾ പ്രബോധനം ചെയ്ത ദീനിനെ വികൃതമാക്കാൻ പറ്റുന്ന വല്ല സംഗതികളും ഇവർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണെങ്കിൽ പോലും ചെയ്യാൻ പറ്റുമോ എന്ന് കൂലങ്കഷമായി ചിന്തിക്കുകയും അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളും അധ്വാനങ്ങളും നടത്തുകയും ചെയ്യും. അതെല്ലാ കാലഘട്ടത്തിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇസ്ലാമിന്റെ പേരിൽ തന്നെ ജീവിക്കുന്ന ചില സഹോദരങ്ങൾ, ആ സഹോദരങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഒരു ശൈലി എന്താ നിങ്ങളും ചിന്തിച്ചു നോക്കിയേ, വളരെ ഗൗരവമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കമുള്ള അമ്പിയാക്കളും അതേപോലെ തന്നെ മഹാന്മാരായ ഔലിയാക്കളും ഒക്കെ അവരെ ഒരു സ്ഥാനം കുറച്ച് കാണിക്കാൻ അവർക്കത്ര വലിയ പവറൊന്നുമില്ല, അവർക്കത്ര വലിയ കഴിവൊന്നുമില്ല, അവർക്കത്ര വലിയ അറിവൊന്നുമില്ല എന്ന് പറയാൻ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ അതുമ്മ പിടിച്ച് തൂങ്ങിയിട്ട് നബി സല്ലല്ലാഹു നിങ്ങൾക്ക് അദൃശ്യം അറിയില്ല, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ വലിയ വിവരമൊന്നുമില്ല, നബിതങ്ങൾക്ക് വലിയ പ്രത്യേകതയൊന്നുമില്ല, നബിതങ്ങളെ സാമാന്യവൽക്കരിക്കാൻ എന്തെങ്കിലും ഒരു ചെറിയ ചാൻസ് കിട്ടിയാൽ, റസൂലുള്ളാഹിയെ കൊച്ചാക്കാനുള്ള വല്ല ഒരു പിടിവള്ളി കിട്ടിയാൽ അത് ആഘോഷിക്കുന്ന ആളുകളെ ഇസ്ലാമിന്റെ പേരിൽ തന്നെയും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദൃശ്യങ്ങളായിട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞതും പറഞ്ഞതും നൂറുകണക്കിന് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. മറ്റു നബിമാരുടെ കഥയും അങ്ങനെ തന്നെയാ. അവരെ അദൃശ്യങ്ങൾ അറിഞ്ഞതും പറഞ്ഞതും ഒക്കെ ധാരാളമുണ്ട്. അതേ സമയത്ത് ഏതെങ്കിലും ഒരു സംഭവത്തിൽ അവർ പറഞ്ഞിട്ടില്ലാത്ത ഒരു അദൃശ്യത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അദൃശ്യം അറിയില്ല പ്രവാചകന്മാർക്ക് എന്ന്
100 നാവോടുകൂടെ സംസാരിക്കുന്ന ഒരുപാട് ബിദഈ സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ, അല്ലേ? ഇതൊരു ഒരു വലിയ സത്യമല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അദൃശ്യം അറിയില്ല എന്നതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ എത്ര പുതിയ സുഹൃത്തുക്കൾ പുതിയ സുഹൃത്തുക്കൾ എന്തൊക്കെ കഠിനാധ്വാനം ചെയ്യലുണ്ട്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് അദൃശ്യം അറിയില്ലായിരുന്നു എന്നതിന് തെളിവ് പിടിക്കാൻ വേണ്ടിയിട്ട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞില്ലേ? അപ്പൊ യൂസുഫ് നബി സേഫാണെന്ന് അറിയുമെങ്കിൽ പിന്നെ യാക്കൂബ് നബി കരയുമായിരുന്നോ എന്ന് ചോദിക്കുന്ന ആൾക്കാരില്ലേ നമ്മുടെ നാട്ടില്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാരോപണം ഉണ്ടായപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദൃശ്യം അറിയാമായിരുന്നുവെങ്കിൽ ആയിഷ ബീവി നിരപരാധിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഉടനെ തന്നെ ആയിഷ ബീവിയുടെ നിരപരാധിത്വമാണ് ക്ലിയർ ചെയ്യുന്നതിന് പകരം, അത് പ്രഖ്യാപിക്കുന്നതിന് പകരം ഒരു മാസക്കാലം എന്തിനാണ് ഈ ചർച്ച അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് ചോദിക്കുന്ന ആൾക്കാരില്ലേ? അപ്പൊ അദൃശ്യം അറിയില്ല എന്ന് പറയാൻ വേണ്ടി ഹുബൈബ് റളിയല്ലാഹു അൻഹു കഴുമരത്തിൽ കയറുമ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്റെ സലാം എത്തിച്ചു കൊടുക്കണം എന്ന് വലിയ അദബോടുകൂടെ പറഞ്ഞതിനെ അത് റസൂലുള്ളാഹിക്ക് അറിയാത്തോണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമല്ല എന്നതിന് തെളിവ് പിടിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ചില സുഹൃത്തുക്കൾ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടാ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, എല്ലാ കാലഘട്ടത്തിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അതേപോലെ മറ്റു മഹത്തുക്കളെയും ഒക്കെ ഉൾക്കൊള്ളേണ്ട ക്രമത്തിൽ ഉൾക്കൊള്ളാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലാത്ത ആളുകൾ, അത് ഇസ്ലാമിന്റെ പേരിലുള്ളവരായാലും ശരി ഇസ്ലാമിന്റെ ശത്രുക്കളായാലും ശരി, അവരുടെ കാര്യമായ ഒരു ടൈമും അവർ ചെലവാക്കുന്നത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെ അപകീർത്തിപ്പെടുത്താം എന്ന് ആലോചിക്കാനാണ്. കാരണം എന്താ? ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കണമെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തെ കുറിച്ച് ഒരു തെറ്റായ ധാരണ അവരെ ഒരു ആക്ഷേപത്തിന്റെ കരുനിഴലിൽ നിർത്താൻ സാധിക്കുമെന്ന് ചിന്തിക്കണം. അതെല്ലാ ആളുകളും സ്വീകരിക്കുന്ന ഒരു സമീപനാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കാനും ഇസ്ലാമിനെ കൊച്ചാക്കാനും എന്തുണ്ട് മാർഗമെന്ന് ആലോചിച്ച് നടക്കുന്ന ഈ ജൂതന്മാരുടെ നിലപാടിനെ വളരെ കണിശമായി ഖുർആൻ നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യുന്നത്, അത്തരത്തിലുള്ള സ്വഭാവങ്ങളും ശൈലികളും ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെയുള്ള വല്ലാത്തൊരു പാഠമാകാനാണ്. നമ്മുടെ നാട്ടിലെ ബിദഈ സുഹൃത്തുക്കളും ഇത് ചിന്തിക്കേണ്ടതാണ്. അതിൽ ചിലപ്പോൾ സാധുക്കളായിട്ടുള്ള ആളുകൾ ഉണ്ടാകും, അവർക്കിതൊന്നും അറിഞ്ഞിട്ടൊന്നും ആയിക്കൊള്ളുന്നില്ല. മറിച്ച് എല്ലാവരും ആയപ്പോ അവരോടായി എന്തോ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ കേട്ടപ്പോ അങ്ങനെയുള്ള പല ആൾക്കാരും ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ സുന്നത്ത് ജമാഅത്തിൽ നിന്നൊക്കെ തെറ്റി മറ്റേലേക്ക് പോണ ആൾക്കാര്, ആ ആൾക്കാർ പലപ്പോഴും പോയത് എങ്ങനെയാ? നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും ചിന്തിച്ചു നോക്കി ഒരൊറ്റ സീഡി കേട്ടതേക്കും. ആ സീഡി കേട്ടതോടുകൂടെ ഓന് സത്യാണ് ബോധ്യപ്പെട്ടു, ഓനാണ്ട് മാറി. അതേ സമയത്ത് ഈ സീഡി കേട്ടപ്പോ ആ സുഹൃത്ത് ഒരിക്കൽ പോലും അയാൾ ചെയ്തിട്ടുണ്ടാവില്ല എന്ത്, ഇങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ട്, ഞാൻ ഇതുവരെ വിശ്വസിച്ച വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു ശൈലി, അതുകൊണ്ട് ഇതുവരെ ഞാൻ വിശ്വസിച്ച വിശ്വാസത്തിന്റെ പിന്നെ ആളുകളുണ്ടല്ലോ അവരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഞാനിതൊന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ, അതിന്റെ നിജസ്ഥിതി എന്താണ്, അവർക്കെന്താ പറയാനുള്ളതെന്ന് കേൾക്കട്ടെ. ഇത് രാഷ്ട്രീയത്തിൽ ഗ്രൂപ്പ് മാറുന്ന പോലെ അല്ലല്ലോ. മതത്തിൽ ഒരു മനുഷ്യന്റെ നിലപാട് മാറ്റുന്നതിന് മുമ്പ് അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഉത്തരവാദിത്തം ഉണ്ടാവണ്ടേ എന്ന് ചിന്തിക്കാതെയാണ് പോയവരൊക്കെ പോയത്. ഒന്നുകിൽ അല്ലെങ്കിൽ സത്യം തിരിഞ്ഞിട്ടും എങ്ങനെ പോയ ആൾക്കാർ മറ്റു ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എന്തു കണ്ട് മുജാഹിദ എന്നൊക്കെ ചോദിച്ചില്ലേ പണ്ട് നമ്മൾ കരിമ്പുലാക്കൽ, ആ ശൈലിയിൽ പോയ ആൾക്കാർ, അതിന് പിന്നെ വേറെ മരുന്നൊന്നുമില്ല. ഇങ്ങനെയല്ലാതെ വാസ്തവത്തിൽ നിങ്ങൾ നോക്കൂ, ഈ ബിദഈ സുഹൃത്തുക്കളിൽ ചെന്നുപെടുന്ന സാധുക്കൾ എങ്ങനെയാ അവർ ഈ വിധത്തിലേക്ക് പിന്നെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അദൃശ്യം അറിയില്ല എന്ന് പറയാൻ എന്തൊരു വലിയ വാശിയാ നമ്മുടെ നാട്ടിലെ പിന്നെ ചില ഈ പുതിയ സുഹൃത്തുക്കൾക്ക്, അല്ലേ? എന്താണ് അതുകൊണ്ട് അവർ നേടാൻ പോണത്? റസൂലുള്ളാഹിക്ക് അദൃശ്യം അറിയില്ല എന്ന് വന്നാൽ ഇസ്ലാമിലേക്ക് നാലാളെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ? അല്ലെങ്കിൽ റസൂലുള്ളാഹിക്ക് അദൃശ്യം അറിയില്ലെങ്കിലാണ് ഈ മതത്തിലേക്ക് ആളുകൾ കൂടുക, അറിയില്ല എന്ന് പറയാനാണ് ഈ മതത്തിന്റെ സൗന്ദര്യം എന്ന് മനസ്സിലാക്കിയിട്ടാണോ? എനിക്ക് മനസ്സിലാവണില്ല. അതേ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദൃശ്യം അറിഞ്ഞതും അദൃശ്യം പറഞ്ഞതും ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളിൽ, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലാവട്ടെ മറ്റു സ്ഥലങ്ങളിലാവട്ടെ എമ്പാടും നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. അപ്പൊ ആ അറിഞ്ഞതിന്റെ സംഗതികളൊക്കെ ഇഗ്നോർ ചെയ്ത് അതൊക്കെ മൂടി വെച്ച് പറയാത്തൊരു സംഗതി അറിയാത്തതിന്റെ രേഖയാക്കി ദുർവ്യാഖ്യാനിച്ച്, നമ്മൾ ശരിക്ക് അടിവരേണ്ട വാക്കാ ഞാൻ പറഞ്ഞേ. പറഞ്ഞില്ല എന്നത് അറിഞ്ഞില്ല എന്നതിന്റെ തെളിവേ അല്ല. അറിയണ എത്ര സംഗതി മനുഷ്യന്മാര് പറയാണ്ടക്കലുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് അറിയണ സംഗതി പറയാണ്ടക്കണോണ്ടല്ലോ ഇപ്പൊ ഈ നുണപരിശോധന ഒക്കെ നടക്കേണ്ടി വരുന്നത്. പന്നി നമ്മുടെ നാട്ടിൽ നുണപരിശോധന നടക്കല്ലേ? അറിഞ്ഞ സംഗതി തന്നെയാണോ പറഞ്ഞത് എന്ന് നോക്കാനാണ്.
അപ്പൊ അറിഞ്ഞതൊക്കെ എല്ലാരും പറയാറില്ല. അപ്പൊ പറഞ്ഞില്ല എന്നത് അറിയില്ല എന്നതിന്റെ രേഖയല്ല. അത് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാകും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സ്ഥലങ്ങളിൽ അദൃശ്യം പറഞ്ഞില്ല, അത് തങ്ങൾക്ക് അറിയില്ല എന്നതിന്റെ രേഖയാക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സംഭവം തന്നെ നിങ്ങൾ എടുത്തു നോക്കിയേ. ആ സംഭവത്തിൽ പിന്നെ അക്കാലഘട്ടത്തിലെ മുനാഫിക്കുകളായ അബ്ദുല്ലാഹ് ബിൻ ഉബൈ സലൂലും അനുയായികളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അതേപോലെ തന്നെ മുസ്ലിമീങ്ങളെയും കടിച്ചു കീറാനും ഇസ്ലാമിന്റെ പ്രവർത്തകർക്കിടയിൽ വമ്പിച്ചൊരു അസ്വസ്ഥത സൃഷ്ടിക്കാനും ഈ സംഭവം എടുത്തു പിടിച്ച് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഭാര്യ നിരപരാധിയാണെന്ന സത്യം അവിടെ പറഞ്ഞാൽ അടുത്ത ചർച്ച വരെ അതുമ പിടിച്ചിട്ടാവും. മനസ്സിലായില്ലേ? എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സംഗതി പറയണമെങ്കിൽ അത് ആര് നിർദ്ദേശിച്ചിട്ടേ പറയുള്ളൂ, അള്ളാഹു നിർദ്ദേശിച്ചാലേ പറയാൻ പാടുള്ളൂ. അല്ലാതെ റസൂലുള്ളാഹിക്ക് സംസാരിക്കാൻ പാടില്ല. അത് എല്ലാവരും മനസ്സിലാക്കണ്ടല്ലേ? ഇത് നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളില്ലെങ്കിൽ ഈ സാധുക്കൾ ഇനി എന്നാണ് അവ തുടങ്ങുക അള്ളാഹ്ക്കും അദൃശ്യം അറിയില്ല എന്ന് പറയാൻ അല്ലേ? കാരണം എന്താ? അള്ളാഹു താല ആയിഷ ബീവി നിരപരാധിയാണ് എന്ന ആ ഡിക്ലറേഷൻ ഒരു മാസത്തോളം കഴിഞ്ഞിട്ടല്ലേ ജനങ്ങളുടെ ഇടയിൽ ഈ ചർച്ച വ്യാപകമായി നടന്നതിന് ശേഷമല്ലേ എന്ത് ചെയ്തത്? അള്ളാഹു ഡിക്ലെയർ ചെയ്തത്. അതുകൊണ്ട് ഇനി അള്ളാഹ് ഒരു മാസം പറയാതെ കാത്തിരുന്നോണ്ട് പടച്ചോനും അദൃശ്യം അറിയില്ല എന്ന് ഈ സാധുക്കൾ എന്നാ പറച്ചില് തുടങ്ങുക എന്നറിയില്ല. അള്ളാഹു താല കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഇതൊക്കെ ഒരു 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 പിന്നെ വഴികേടിൻ്റെതായ സ്വഭാവം സ്വീകരിക്കുന്ന വിശ്വാസത്തിലും അതേപോലെ തന്നെ ജീവിതത്തിലൊക്കെ തെറ്റിന്റെ റൂട്ടിലൂടെ നടക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകമായിട്ടുള്ള സിമ്പലാണ്. ആ സിമ്പൽ ശരിക്കും ജൂതന്മാര് തുടങ്ങി വെച്ചതാണെങ്കിൽ അതിൻ്റെതായ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ പോകുന്നവർ എവിടെയുണ്ട്, ഈ പരിസരത്തൂടെ ഒക്കെ ഉണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനത് ഉണർത്തിയത്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തെ നിരാകരിക്കും വിധത്തിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉന്നതമായ ആ പേഴ്സണാലിറ്റിയെ ചോദ്യം ചെയ്യും വിധത്തിലോ അവിടുത്തെ പ്ലസ്സായി പരിഗണിക്കപ്പെടേണ്ട ഏതെങ്കിലും ഒരു സംഗതിയെ ഉൾക്കൊള്ളാൻ മനസ്സ് പാകപ്പെടാത്ത സ്ഥിതിയിലോ ഏതെങ്കിലും ഒരു മനുഷ്യനെ നമ്മൾ കണ്ടാൽ നാം മനസ്സിലാക്കണം, അവന്റെ മനസ്സിന് കാര്യമായ തകരാറുണ്ട്. വേറെ അധിക വിഷയമൊന്നുമില്ല. അവന്റെ മനസ്സിന് കാര്യമായ തകരാറുണ്ട്. നബിതങ്ങളെ ഉൾക്കൊള്ളേണ്ട പ്രകാരത്തിൽ ഉൾക്കൊള്ളാൻ മനസ്സ് പാകപ്പെട്ടു എന്നതാണ് ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ ഏറ്റവും വലിയ മഹത്വമെങ്കിൽ അത് പാകപ്പെട്ടില്ല എന്നതാണ് നബിതങ്ങളുടെ കൂടെ നടന്ന എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിച്ച അബ്ദുല്ലാഹ് ബിൻ ഉബൈ ബിൻ സലൂൽ അടക്കമുള്ള കപടന്മാരുടെ അപജയത്തിന്റെ കാരണം എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് സമകാലിക സമൂഹത്തിൽ ഇതിൻ്റെതായ രണ്ടിന്റെയും പരിച്ഛേദങ്ങളെ നമ്മൾ കണ്ടെത്തണം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസികളും പ്രവർത്തകരും മഹാന്മാരായ സഹാബത്തിന്റെ അത്രത്തോളം വിശ്വാസത്തിൽ അവർക്ക് എത്താൻ കഴിയാത്തത് കൊണ്ട് ആ അർത്ഥത്തിൽ ആദരവിന്റെ ഉന്നതമായ അവസ്ഥയിൽ എത്തിയില്ലെങ്കിലും ആദരവിന്റെ ഉന്നതമായ അവസ്ഥ അവർക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ അനാദരവ് വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കും. അത് നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നത് വളരെ ഗൗരവത്തിൽ തന്നെ നമ്മൾ ആലോചിക്കണം. അതേ സമയത്ത് നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള വിധേയികളോ ആ വിധേയികളുടെ സമീപനം എന്തായിരിക്കും? വിധേയികളുടെ സമീപനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെയൊക്കെ അപകീർത്തിപ്പെടുത്താൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്, അദൃശ്യം അറിയും റസൂലുള്ളാഹിക്ക് എന്നതിന് 100 കൂട്ടം തെളിവുകൾ നമ്മൾ അവതരിപ്പിക്കുമ്പോ റസൂലുള്ള പറയാത്ത ഏതെങ്കിലും ഒരു സംഭവം എടുത്തു വെച്ച് ആ ഒരൊറ്റ വിഷയം ബേസ് ചെയ്തുകൊണ്ട് അദൃശ്യം അറിയില്ല എന്ന് വീറോടെ വാദിക്കുന്ന ഒരു ദുരന്തത്തിലേക്ക് നമ്മളെ സുഹൃത്തുക്കൾ എത്തിപ്പെടുന്നത് എന്തുകൊണ്ടാ? അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉന്നതമായ വ്യക്തിത്വത്തെ പ്രൊജക്റ്റ് ചെയ്യാതിരിക്കാൻ എന്താണ് വഴിയുള്ളത് എന്നാണ് അവരാലോചിക്കുന്നത്. ഈ പണി വാസ്തവത്തിൽ പണ്ട് ജൂതന്മാര് ചെയ്തതാണ്. അതാണ് ഇവിടെ പറയണതിന്റെ ഗൗരവം. അപ്പൊ നിലവിലുള്ള അവസ്ഥയോടുകൂടി ആ വിഷയത്തൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ഇനി നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കാനും അതേപോലെ അവിടുത്തെ ദീനിനെ കുറ്റം പറയാനും എന്തുണ്ട് മാർഗം എന്ന് അന്വേഷിച്ച് നടക്കുന്ന ജൂതന്മാർ, ആ ജൂതന്മാരുടെ അവസ്ഥകളെ അനാവരണം ചെയ്യുകയാണ് അല്ലാഹു തആല ഇവിടെ. വഹാദാ ഹുവൻ നൗഉൽ അവ്വലു മിൻ ഹാദൽ ബാബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടതിനു ശേഷമുള്ള ജൂതന്മാരുടെ മോശമായ നിലപാടിന്റെ കൂട്ടത്തിലെ ഒന്നാമത്തെ ഇനമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്തിൽ അല്ലാഹു തആല സൂചിപ്പിച്ചിട്ടുള്ളത് വിശ്വാസികളോട് റായിന എന്ന് പറയരുത് എന്ന് പറഞ്ഞു.
എന്താണ് അവരോട് അങ്ങനെ പറയരുതെന്ന് പറയാൻ കാരണം? ആ പദം തെറ്റായ അർത്ഥത്തിന് ആര് പ്രയോഗിച്ചിരുന്നു? ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രയോഗിച്ചിരുന്നു. അങ്ങനെ പലതും അവർ ചെയ്യാറുണ്ട്. ആ ചെയ്യുന്ന കൂട്ടത്തിൽ അത്തരം ഒരു അബദ്ധം വന്നു പെടാതിരിക്കാനാണ്. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ ഏതാനും കാര്യങ്ങൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നു. ഒന്ന്, അൽ മസ്അലത്തുൽ ഊല യഅലം അന്നല്ലാഹ തആല ഖാതബൽ മുഅ്മിനീന. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ സംബോധന ചെയ്തിട്ടുണ്ട്. ബിഖൗലിഹി തആല യാ അയ്യുഹല്ലദീന ആമനു. യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സത്യവിശ്വാസികളെ സംബോധന ചെയ്തിട്ടുണ്ട് ഖുർആനിൽ. ഫി സമാനിയത്തിൻ വ സമാനീന മൗളിഅൻ മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്നുള്ള 88 സ്ഥലങ്ങളിൽ. നമ്മളെ ക്വിസിന് പറ്റിയ ഒരു മാറ്ററാണ്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിശ്വാസികളെ അല്ലാഹു തആല ഖുർആനിൽ സംബോധന ചെയ്തത് എത്ര തവണയാണ്? 88 തവണയാണ്. മനസ്സിലാക്കി വെച്ചാലേ ഈ ക്വിസിന് പറ്റൂട്ടോ. ക്വിസ് നടത്തുന്ന മാഷന്മാരൊക്കെ ഉണ്ടെങ്കിലേ അവർക്ക് പിന്നെ ഒരു ചെറിയ സംഗതിയാ. അപ്പോ 88 തവണ അല്ലാഹു തആല വിശ്വാസികളെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് സംബോധന ചെയ്തു. ഇതിപ്പോ എന്താ പറയേണ്ട കാര്യം? ഖാല ഇബ്നു അബ്ബാസിൻ. ഇനി പറയുമ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാവുക. ഖാല ഇബ്നു അബ്ബാസിൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വകാന യുഖാതിബു ഫി തൗറാത്തി. തൗറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരെ സംബോധന ചെയ്തിരുന്നത് ബിഖൗലിഹി യാ അയ്യുഹൽ മസാകീൻ, ഓ മിസ്കീമാരെ എന്ന് പറഞ്ഞിട്ടാണ് ജൂതന്മാരെ അല്ലാഹു തആല തൗറാത്തിൽ സംബോധന ചെയ്തിരുന്നത്. അതേ സമയത്ത് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംബോധന ചെയ്യുന്നത് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ടുമാണ്. അപ്പൊ അതിന്റെ വ്യത്യാസം എന്താ? ഫകാന്നഹു സുബ്ഹാനഹു വ തആല ലമ്മാ ഖാതബഹും അവ്വലൻ ബിൽ മസാകീനി. ആദ്യമായിട്ട് തന്നെ അല്ലാഹു തആല അവരെ സംബോധന ചെയ്യുമ്പോ മിസ്കീമാരെ എന്ന് സംബോധന ചെയ്തപ്പോ അസ്ബത്തൽ മസ്കനത ലഹും ആഖിറൻ, അവസാനത്തിലും അല്ലാഹു തആല അവർക്ക് മസ്കനത്ത് എന്ന ആ സാധുത്തരം, പതിത്വം എന്ന് പറയുന്ന സംഗതി അള്ളാഹു അവർക്ക് സ്ഥാപിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഓല ആദ്യം തന്നെ അള്ളാഹ് വിളിച്ചത് മിസ്കീമാരെ എന്നാണ്. അവസാനത്തിലും അള്ളാഹു തആല അവരുടെ ജീവിതത്തിന്റെ ക്ലൈമാക്സും ആ വിധത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റി. ഹൈസു ഖാല, എവിടെയാണ് അത് മാറ്റിയത്? അള്ളാഹ് പറഞ്ഞല്ലോ, വദുരിബത് അലൈഹിമുൽ ദില്ലത്തു വൽ മസ്കനതു ഫബാഉ ബിഗളബിൻ മിനല്ലാഹ്. സൂറത്തുൽ ബഖറയുടെ 61-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വദുരിബത് അലൈഹിമുൽ ദില്ലത്തു വൽ മസ്കന. അവരുടെ മേലിൽ നിന്ദ്യതയും അതേപോലെ തന്നെ സാധുത്തരവും നിശ്ചയിക്കപ്പെട്ടു, അടിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ അവർക്ക് അല്ലാഹു തആല ഒരിക്കലും അവരിൽ നിന്ന് വിട്ടുപോകാത്തൊരു ദുർഗുണമായിട്ട് അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അപ്പോ മിസ്കീമാരെ എന്ന് വിളിച്ചു തുടങ്ങിയ ആളുകൾക്ക് അവരുടെ അവസാനം വരെ ആ മസ്കരത്ത്, സാധുത്തരം അല്ലാഹു നിലനിർത്തി. വഹാദാ യദുല്ലു, അത് അറിയിക്കുന്നു, അലാ അന്നഹു തആല ലമ്മാ ഖാതബ ഹാദിഹിൽ ഉമ്മത ബിൽ ഈമാനി അവ്വലൻ, ഈ സമുദായത്തിലുള്ള വിശ്വാസികൾ അല്ലാഹു തആല മുഅ്മിനീങ്ങളെ എന്ന് വിശ്വസിച്ചവരെ എന്ന് ഈമാൻ കൊണ്ട് സംബോധന ചെയ്തു ആദ്യം. അപ്പോൾ ഫഇന്നഹു തആല, അല്ലാഹു തആല യുഅതീഹിമുൽ അമാന മിനൽ അദാബി ഫിൻ നീറാനി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നുള്ള നിർഭയത്വം നൽകി അവരെ ആദരിക്കും എന്നതിലേക്കുള്ള സൂചന അതിലുണ്ട്. ജൂതന്മാരെ അവരുടെ തൗറാത്തിൽ മിസ്കീന്മാരെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു ആദ്യം സംബോധന ചെയ്തത്. അവർക്ക് സാധുത്തരം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ കുറിച്ച് അള്ളാഹു തആല അവസാനിപ്പിച്ചത്. എങ്കിൽ നമ്മൾ ആദ്യം തന്നെ മൂമിനീകളെ എന്ന് വിളിച്ചപ്പോ ആ വിളിച്ച മൂമിനീകളെ എന്നുള്ള വിളിയിൽ ഒരു ശുഭലക്ഷണം ഉണ്ട്. എന്താണ് ആ ശുഭലക്ഷണം? ആ ഈമാനിന്റെ ഗുണഫലം എന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും നരകത്തിൽ കിടക്കേണ്ട ദുരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തി സന്തോഷത്തിന്റെയും സ്വർഗത്തിന്റെയുമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് ആരെത്തിക്കും? വിശ്വാസികളെ എത്തിക്കുമെന്നതിലേക്കുള്ള സൂചന അതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, ഇസ്മുൽ മുഅ്മിനി, അതോടൊപ്പം ഈ മുഅ്മിൻ എന്ന പേര് അഷ്റഫുൽ അസ്മാഇ വസിഫാത്തി, അത് ഏറ്റവും നല്ല നാമമായും ഏറ്റവും നല്ല വിശേഷണമായും ഉപയോഗിക്കേണ്ടതാണ്. മുഅ്മിൻ നിർഭയത്വമുള്ളവൻ, അതേപോലെ തന്നെ വിശ്വസിക്കേണ്ട സംഗതികളൊക്കെ വിശ്വസിച്ചവൻ എന്ന അർത്ഥത്തിലൊക്കെ അത് പ്രയോഗിക്കൂലേ? അത് ഫൈദാ കാന യുഖാതിബുനാ ഫിദ്ദുനിയ, അപ്പൊ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംബോധന ചെയ്യുന്നത് ബിഅഷ്റഫിൽ അസ്മാഇ വസിഫാത്തി, ഏറ്റവും നല്ല പേരും ഏറ്റവും നല്ല വിശേഷണവും ഉപയോഗപ്പെടുത്തിയാണെങ്കിൽ ഫനർജു മിൻ ഫദ്ലിഹി, അല്ലാഹുവിന്റെ ഔദാര്യത്താൽ നമ്മൾ ആഗ്രഹിക്കുകയാണ് അയ്യുആമിലനാ ഫിൽ ആഖിറതി
പരലോകത്തിൽ അള്ളാഹു നമ്മളോട് ഇടപെടുമെന്ന്. ബിഅഹ്സനിൽ മുആമലാത്ത്, ഏറ്റവും നല്ല ഇടപെടൽ തന്നെ. അഥവാ മുഅ്മിനീങ്ങളെ എന്ന് ഇവിടെ വിളിച്ച് നമുക്ക് അള്ളാഹു തന്നൊരു ആദരവാണ്. അതേ ആദരവിന്റെ ഗുണമെന്ന നിലക്ക് പരലോകത്ത് ഈമാനിന്റെ രക്ഷ, അഥവാ നരകത്തിൽ നിന്നുള്ള മോചനം, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തം എന്നിങ്ങനെയുള്ള സംഗതികളൊക്കെ തന്ന് അള്ളാഹു തആല നമ്മളെ ആദരിക്കും പരലോകത്ത് എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനു എന്ന വിളി അത് പലയിടത്തും ഖുർആൻ നടത്തിയിട്ടുണ്ട്. എല്ലായിടത്തേക്കും ഈ വിശദീകരണം ബാധകമാണ്. 88 സ്ഥലങ്ങളിൽ അള്ളാഹു തആല അങ്ങനെ വിശ്വാസികളെ വിളിച്ച് സംബോധന ചെയ്തപ്പോൾ ആ സംബോധന അവർക്കുള്ള വല്ലാത്ത ആദരവാണ്, അവർക്കുള്ള വലിയ ബഹുമാനമാണ്. പക്ഷേ ഇതേ രൂപത്തിൽ തന്നെ അവസാനിപ്പിച്ച് ഇതിന്റെ ഗുണഫലം പരലോകത്തും കണ്ടെത്താൻ പറ്റുന്ന പരുവത്തിലേക്ക് വിശ്വാസികളുടെ ജീവിതത്തെ ക്രമീകരിക്കണം എന്നതിന്റെ സൂചനയാണ്. ഇനി ഒരു കാര്യം അതാണ് ഇപ്പോ യാ അയ്യുഹല്ലദീന ആമനു എന്ന ആ പദപ്രയോഗത്തിന്റെ ഒരു വിഷയം. ഇനി നിങ്ങൾ നോക്കൂ, മറ്റൊരു വിഷയവും റാസി റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുന്നത് അന്നഹു ലാ യബഉദു ഫിൽ കലിമത്തൈനിൽ മുതറാദിഫത്തൈനി അൻ യംന അല്ലാഹു മിൻ അഹദിഹിമാ വയഅദന ഫിൽ ഉഖറ. ഒരേ അർത്ഥത്തിന് പ്രയോഗിക്കുന്ന രണ്ടു പദങ്ങളിൽ നിന്ന് ഒരു പദത്തെ അല്ലാഹു തആല തടയുകയും മറ്റൊരു പദം ഉപയോഗിക്കാനുള്ള അനുവാദം തരികയും ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലായോ? ഒരു പദം, ഒരേ അർത്ഥത്തിലുള്ള രണ്ട് പദങ്ങൾ, അതിന് ഒരു പദം ഉപയോഗിക്കാം, മറ്റേ പദം ഉപയോഗിക്കരുത്. അങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ല. കാരണം എന്താ, റായിന എന്ന് പറയാൻ പാടില്ല, ഉള്ളൂർന എന്ന് പറഞ്ഞോളൂ. അറബി ഭാഷയിൽ റായിന എന്ന് പറഞ്ഞാലും ഉള്ളൂർന എന്ന് പറഞ്ഞാലും ഒക്കെ എന്തെന്നെയാണ് മുതറാദിഫായ പദങ്ങൾ, അഥവാ ഒരേ അർത്ഥത്തിലുള്ള രണ്ട് പദങ്ങളാണ്. എന്നിട്ടും ഈ ഒരു പദം ഉപയോഗിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ. അത് ഒരിക്കലും തന്നെ അങ്ങനത്തെ ഒരു സംഗതി പറ്റും എന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അങ്ങനെ റായിന എന്ന പദം ഒഴിവാക്കാൻ പറഞ്ഞത്? ജുംഹൂറുൽ മുഫസ്സിരീന അലാ അന്നഹു തആല ഇന്നമാ മനഅ മിൻ ഖൗലിഹി റായിന. റായിന എന്ന പദം അല്ലാഹു തആല വിശ്വാസികളോട് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. അത് പറഞ്ഞത് ഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും പറയുന്നത് ലിസ്തിമാലിഹ അലാ നൗഇ മഫ്സദത്തിൻ, ചില കുഴപ്പങ്ങൾ ആ പദത്തിൽ അടങ്ങിയത് കൊണ്ടാണ്. എന്താണ് ആ പദത്തിലുള്ള കുഴപ്പം? സുമ്മ ദക്കറു ഫീഹി വുജൂഹൻ. കുഴപ്പങ്ങൾ ഏതാണ്ട് പല അഭിപ്രായങ്ങൾ ഇമാമികൾ പറഞ്ഞു. ഒന്ന്, കാനൽ മുസ്ലിമൂന യഖൂലൂന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ തലാ അലൈഹിം ശൈഅൻ മിനൽ ഇൽമി. ഏതെങ്കിലും ഒരു വിജ്ഞാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന് ഇങ്ങനെ ഓതി കൊടുക്കുമ്പോൾ, അത് ഖുർആൻ ഓതി കൊടുക്കലാകാം, അല്ലെങ്കിൽ അല്ലാത്ത നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കലിമാത്തുകൾ ഇങ്ങനെ ജനങ്ങൾക്ക് ഇൽമുകൾ ഹിക്മത്തുകൾ പറഞ്ഞു കൊടുക്കലാകാം. ഏതാണെങ്കിലും ശരി, സഹാബത്തിനോട് നബി സല്ലല്ലാഹു തങ്ങൾ സംവദിക്കുമ്പോൾ ആ സംവദിക്കുന്ന സമയത്ത് സഹാബികൾ പറയാറുണ്ട്, റായിന യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങളൊന്ന് പരിഗണിക്കണം. അതായത് പെട്ടെന്നാണ് പറഞ്ഞു പോകരുത്, ഒരിക്കലും കൂടി എന്ത് ചെയ്യണം, അത് ഒന്ന് ഉണർത്തണം, ഞങ്ങൾക്കത് മനസ്സിലായിട്ടില്ലാന്നോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഘട്ടം വരുമ്പോ അല്ലെ, ചില സംഗതികൾ പറയുമ്പോ ഒരു വട്ടം പറഞ്ഞ് നമുക്ക് മനസ്സിലായില്ലാന്ന് വരും. അപ്പൊ അങ്ങനെ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറയണം, നമ്മളൊന്ന് എന്ത് ചെയ്യണം, ഈ വിഷയത്തിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ വരുത്താൻ വേണ്ടി സഹാബത്ത് എന്താവും, എല്ലാവരും അല്ല, ആ കൂട്ടത്തിൽ നിന്ന് ചിലരൊക്കെ ഇങ്ങനെ റായിന, ഞങ്ങളിവിടെ നോക്കണേ, നമ്മളിവിടെ ഉണ്ട്, നമ്മളൊന്ന് ഗൗരിക്കണം, നമ്മളൊന്ന് പരിഗണിക്കണം, ഒന്ന് മൈൻഡ് ചെയ്യണം എന്നൊക്കെ പറയില്ലേ, ആ നിലക്ക് സഹാബത്തിന്റെ കൂട്ടത്തിൽ ചിലർ പറയും. ഒരു സെക്കൻഡ് സുഹൃത്തുക്കളെ, ഇപ്പൊ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് റായിന എന്ന് ചില സഹാബികൾ പറയും. വൽ യഹൂദു, എന്നാ ജൂതന്മാരോ കാനത്തിലഹും കലിമത്തുൻ ഇബ്രാനിയത്തുൻ, ഇബ്രാനി ഭാഷയിൽ അവർക്കൊരു വാക്കുണ്ടായിരുന്നു, യതസാബൗന ബിഹ, ആ വാക്ക് ഉപയോഗിച്ച് അവർ ചീത്ത പറയാനാണ് ഉപയോഗിക്കുക. ആ വാക്ക് അവര് ചീത്ത പറയാനാണ് ഉപയോഗിക്കുക. തുഷബ്ബിഹു ഹാദിഹിൽ കലിമ, ഈ റായിന എന്ന പദത്തിനോട് അത് സാമ്യമായിട്ട് വരും. അപ്പൊ റായിന എന്ന പദത്തിനോട് സാമ്യമായിട്ട് വരുന്ന ആ പദത്തെ ചീത്തക്ക് വേണ്ടി അവർ ഉപയോഗിക്കും. വാസ്തവത്തിൽ വഹിയ അതെന്താ, റായിന എന്നല്ല, റായിന എന്നാണ്. മഅനാഹ, അതിന്റെ ഒരർത്ഥം ഇസ്മ ലാ സമീഅത എന്നാണ്. ഒരർത്ഥം നീ കേൾക്ക്, പക്ഷെ എനിക്ക് കേൾക്കാൻ കഴിയൂല, അതായത് പൊട്ടനാണ്, കേൾക്കൂല എന്ന് പറയുന്ന ഒരു ആക്ഷേപിച്ച് പറയുന്ന ഒരു ശൈലിക്കാണ് അവരങ്ങനെ പറയാറുള്ളത്. അങ്ങനെ ഫലമ്മാ സമീഉൽ മുഅ്മിനീന യഖൂലൂന റായിന, മുഅ്മിനീങ്ങൾ വിശ്വാസികൾ നബി തങ്ങളോട് റായിന എന്ന അറബിയിലുള്ള ശ്രദ്ധിക്കണം എന്ന അർത്ഥത്തിലുള്ള പദം പറയുന്നത് കേട്ടപ്പോൾ
ഇഫ്തറസൂഹു വഖാതബൂ ബിഹിൻ നബിയ്യ, അതാ അവരത് ശരിക്കും മുതലാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇതേ പദം പ്രയോഗിക്കുകയും സംബോധന ചെയ്യുകയും ചെയ്തു. വഹും യഅനൂന തിൽക്കൽ മസബ്ബ, ആ ചീത്തയാണ് അവർ ഉദ്ദേശിക്കല്. കാരണം എന്താ, ആ ചീത്ത ഉദ്ദേശിച്ചാലും ഉദ്ദേശം എന്താ നോക്കണില്ലല്ലോ. ഇവിടെ സഹാബത്ത് പറഞ്ഞ പദം തന്നെയല്ലേ ഇവരും പറയുന്നത്. അപ്പൊ ഒരേ പദം പറഞ്ഞിട്ട് സഹാബികൾ റസൂലുള്ളാഹിനോട് ആദരിച്ചുകൊണ്ട് പറയുന്നു, അതേ സമയത്ത് ഇവര് നബി തങ്ങളെ ആക്ഷേപിക്കാനും പറയുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ നുഹിയൽ മുഅ്മിനൂന അൻഹാ, വിശ്വാസികളെ ആ പദം പ്രയോഗിക്കലിനെ തൊട്ട് തടയപ്പെട്ടു. വഉമിറൂ ബിലഫ്ളത്തിൻ ഉഖറ, മറ്റൊരു പദം പറയാൻ വേണ്ടി അവരോട് കൽപ്പിക്കപ്പെടുകയും ചെയ്തു. വഹിയ ഖൗലുഹു ഉൻളുർന, അതാണ് ഉൻളുർന എന്ന് പറയുന്ന പദം. വയദുല്ലു അലാ സിഹത്തി തഅ്വീലി, സിഹത്തി ഹാദ തഅ്വീലി, ഈ വ്യാഖ്യാനം ശരിയാണ് എന്നതിന്റെ അറിയിക്കും. ഖൗലുഹു തആല ഫി സൂറത്തുൻ നിസാഇ, സൂറത്തുൻ നിസായിൽ അല്ലാഹ് പറഞ്ഞൊരു വാചകം. എന്ത്? സൂറത്തുൻ നിസായിന്റെ 46-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, വയഖൂലൂന സമിഅനാ വഅസൈനാ വസ്മഅ ഗൈറ മുസ്മഇൻ വറാഇനാ ലയ്യം ബിഅൽസിനതിഹിം വതഅനം ഫിദ്ദീൻ. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങൾ കേട്ടു, പക്ഷേ നിങ്ങൾക്ക് എതിര് പ്രവർത്തിക്കും, പറഞ്ഞത് നമ്മൾ അനുസരിക്കൂല. അതേപോലെ തന്നെ കേക്ക്, പക്ഷെ അങ്ങോട്ട് കേൾക്കപ്പെടാത്തവനായിട്ട് വെച്ചാൽ പറയണൊന്നും മനസ്സിലാകാത്ത ഒരവസ്ഥ എന്ന രൂപത്തിൽ അവരെന്ത് ചെയ്യലിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം, ആ കാര്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് അവിടെയും അപ്പൊ റായിന എന്ന് പറഞ്ഞോടത്ത് റസൂലുള്ളാഹിനെ ആക്ഷേപിക്കലായിരുന്നു ജൂതന്മാരുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കി, ഇത് നിങ്ങൾ പറയാൻ പാടില്ല എന്ന് തടഞ്ഞു. ഒരു റിപ്പോർട്ടിലുണ്ട്, അന്ന സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു സമിഅഹ മിൻഹും, റായിന എന്ന പദം ആരിൽ നിന്ന് കേട്ടു? ജൂതന്മാര് പറയണത് കേട്ടു. അത് പറയണത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അവരിങ്ങനെ മോശാർത്ഥത്തിനാണ് പറയണത്. ഫഖാല, അപ്പൊ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അദാ അല്ലാഹ്, അള്ളാഹുവിന്റെ ശത്രുക്കളായ ജൂതന്മാരെ, അലൈക്കും ലഅനത്തുല്ലാഹ്, നിങ്ങളുടെ മേലിൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകും. വല്ലദീ നഫ്സീ ബിയദിഹി, അള്ളാഹുവിനെ തന്നെ സത്യം, ലഇൻ സമിഅതുഹാ മിൻ റജുലിൻ മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരാളിൽ നിന്ന് ഇതേ പദം ഞാൻ ഇനി കേട്ടാൽ, യഖൂലുഹാ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതേ പദം റായിന എന്ന പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത് കേട്ടാൽ, ലഅദ്രിബന്നഉനുഖഹു, അവന്റെ പെരടി ഞാൻ അതാ വെട്ടിക്കളയും എന്ന് ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഫഖാലു, അപ്പാ ജൂതന്മാര് ചോദിച്ചു, അവലസ്തും തഖൂലൂനഹാ, നിങ്ങളും അങ്ങനെ പറയണില്ലേ എന്ന് ചോദിച്ചു. പിന്നെന്താ ഞങ്ങൾക്ക് പറഞ്ഞാല്? അപ്പോഴാണ് ഫനസലത്ത് ഹാദിഹിൽ ആയത്തു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റായിന, ജൂതന്മാർക്ക് റസൂലുള്ളാഹിനെ ആക്ഷേപിക്കാനുള്ള ഒരു വകുപ്പ് കടന്നു വരാതിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞത് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. എനിക്ക് അത്യാവശ്യമായിട്ട് ഇപ്പൊ നിർത്തേണ്ടി വന്നിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ആരെങ്കിലും മൈക്കിലേക്ക് വരാം. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് തുടരാം ഇതിന്റെ ബാക്കി എന്ന് അറിയിക്കുന്നു. അള്ളാഹു നല്ലതൊക്കെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തആല നമുക്ക് നാഫിയായ ഇൽമു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ.